പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഏതാനും നിമിഷങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അതിന് ഭഗവാന്റെ അനുഗ്രഹവും കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോൾ വളരെ വളരെ വരിഷ്ഠരായിട്ടുള്ള പ്രഭാഷകർക്ക് പീഠം ഇട്ട് കൊടുക്കുന്ന ഒരു പീഠമൊക്കെ ഇട്ട് അവിടെ ഇരുന്നോട് സംസാരിക്കാൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ മാത്രമുള്ള ഔന്നത്യം എനിക്കുള്ളതായി തോന്നിയില്ല. നിന്ന് സദസ്സിനോട് ബഹുമാന പുരസ്സരം എണീറ്റ് നിന്ന് സംസാരിക്കാനുള്ള അവസ്ഥയിൽ ഞാൻ എത്തിയിട്ടുണ്ടോ എന്നാണ് എനിക്കുണ്ട്. സദസ്സിനേക്കാളും വലിയതായെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ സാധിക്കും. അത് എപ്പോഴെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആണ് ഞാൻ ആ സീറ്റ് മാറ്റിയിട്ട് എനിക്ക് നിന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞത്. അതതിൻ്റെ ഒരു വിശദീകരണമാണെങ്കിൽ ഒരു മാനവികമായ മുഖം കൂടി ഉണ്ടല്ലോ. കാരണം ഇരുന്ന് സംസാരിച്ചാൽ വിശദമായി സംസാരിച്ച് കളയും. ഒരു 1.5 മണിക്കൂറൊക്കെ സംസാരിക്കും. കാരണം കാലം ഇഴയ്ക്കുകയുമില്ല. അങ്ങനെ ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാൻ അങ്ങനെയുള്ളൊരു നിങ്ങളെ ഇരുത്തി പ്രസംഗം കേൾപ്പിക്കുന്ന ഒരു ദുഷ്ടതയ്ക്ക് ഞാൻ ആളല്ല. ഈ വിഷയത്തെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ മനസ്സിലൂടെ പലപ്പോഴായി കടന്നു പോയിട്ടുള്ള ചിന്തകളെ അത്ര അടുപ്പിച്ചിട്ടൊന്നുമില്ലാതെ നിങ്ങളുടെ മുമ്പാകെ പറയുക അവതരിപ്പിക്കുക. അത് കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ചിന്തകളിൽ കുറച്ചുകൂടി വ്യക്തത നമ്മുടെ ജീവിതത്തെ പറ്റിയും നമ്മുടെ മനോഭാവങ്ങളെ പറ്റിയും ലോകത്തോടുള്ള ബന്ധത്തെ പറ്റിയുമൊക്കെ ഒരു പുതിയ ഒരു ഇളക്കം നമുക്ക് സംഭവിക്കുമെങ്കിൽ അതായിരിക്കും ഭഗവാൻ നമുക്ക് വരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ള ആമുഖത്തോടു കൂടി ആണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ മഹാരുദ്രയജ്ഞം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്, പലയിടത്ത് നടന്നിട്ടുണ്ട്. ഈ വേദി വന്നിട്ട് രുദ്രം എന്താണെന്നോ രുദ്രത്തിൻ്റെ അന്തരാർത്ഥം എന്താണെന്നോ രുദ്രമന്ത്രങ്ങളുടെ ഗഹനത എന്താണെന്നോ ഒന്നും വിശദീകരിക്കാൻ ഞാനാണ്. അന്ന് യജുർവേദ സംഹിതയിൽപ്പെട്ടതാണ് ഇതിലെ പ്രധാന മന്ത്രങ്ങളെല്ലാം. ഇത് പലപ്പോഴും ഉച്ചരിക്കപ്പെട്ട് അല്ലെങ്കിൽ ഇത് പലപ്പോഴും ഇത് ഉച്ചരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ജപിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യ സ്ഥിരമായിട്ട് അനുഗ്രഹം ലഭിക്കുന്നതാണ്. പക്ഷെ ഇതിൻ്റെ അർത്ഥമെന്ത് എന്ന് അന്വേഷിച്ചിട്ടുള്ളത് വെച്ച് നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറില്ല. അതുകൊണ്ടിവിടെ രുദ്രമന്ത്രങ്ങളുടെ എല്ലാ അർത്ഥവും ഞാനിവിടെ പറയാമെന്ന് ഞാൻ വാക്ക് പറയുകയില്ല. പക്ഷേ വേദമന്ത്രങ്ങളെ സമീപിക്കുമ്പോൾ ഇത്തരത്തിലുള്ള 2 ആശയഗതികൾ എന്നും ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ആ മന്ത്രങ്ങളുടെ അർത്ഥമൊന്നും അറിയേണ്ടതില്ല, ആ ശബ്ദത്തിൽ തന്നെ അതിൻ്റെ എല്ലാം ഉണ്ട്, ഗഹനതയുണ്ട്. ആ ശബ്ദം തന്നെ അതിൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊള്ളും. അതുകൊണ്ട് അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും അതിൻ്റെ ശബ്ദം കൊണ്ട് തന്നെ മന്ത്രശക്തിയുണ്ട്, മന്ത്രത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ മന്ത്രം തിരിച്ചുകൊള്ളുക എന്ന് പറയുന്ന ഒരു ആശയധാരയുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നല്ലത് തന്നെ. എന്നാൽ അർത്ഥമറിഞ്ഞു ചൊല്ലിയാൽ അത് സ്വർണത്തിന് സുഗന്ധം പോലെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അറിയാതെ മന്ത്രം ചൊല്ലിപ്പോയി എന്നുള്ളവർക്ക് പശ്ചാത്താപവും വേണ്ട, പിന്നെ ഭയവും വേണ്ട, ഒന്നും വേണ്ട. നല്ലത് തന്നെ. കാരണം അത് ഒരു മന്ത്രം ഉണ്ടായി വരുന്നത് ഞങ്ങളെപ്പോലുള്ള കവിത എഴുതുന്നത് പോലല്ല. അത് ശ്രുതിയാണ്. അത് ബോധപൂർവം എഴുതിയതല്ല, അത് എഴുതപ്പെട്ടതാണ്. അത് ശ്രുതിയാണ്. അത് അനാദിയായിട്ടുള്ള നാദത്തിൽ നിന്ന് കേട്ട് എഴുതപ്പെട്ടതാണ്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള മന്ത്രശക്തിയുണ്ട്, നാദശക്തിയുണ്ട്. അതിൻ്റെ ആ നാദതരംഗങ്ങളുടെ വിശുദ്ധിയും ഗഹനതയും ഒക്കെ അതിന് അവകാശപ്പെട്ടതാണ്. എന്നാൽ അർത്ഥം കൂടി അറിഞ്ഞിട്ടാണ് നമ്മൾ ആ വേദ മന്ത്രങ്ങൾ ഉരുവിടുന്നതെങ്കിൽ, ആവർത്തിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക്
ഉത്ഭൂതമാകുന്ന അനുഭൂതിയും അറിവും ഗഹനതയും ചില്ലറയല്ല എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. ഞങ്ങളൊക്കെ സ്ഥിരമായി ഇവിടെ വരുന്ന ആളുകൾ ഈ രുദ്രജപയജ്ഞത്തിലൊക്കെ പങ്കെടുക്കുന്നവരുമാണ് എന്നെനിക്ക് അറിയാനില്ല. എങ്കിലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പലപ്പോഴും ഈ രുദ്രം പോലുള്ള ഈ വേദമന്ത്രത്തിൻ്റെ അർത്ഥഗഹനത എന്ത് എന്ന് അന്വേഷിക്കാറില്ല. അന്വേഷിക്കണം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാവുന്ന ഒന്നാമത്തെ ഒരു നിർദ്ദേശം. അത് ആവശ്യമുള്ളവർക്ക് മാത്രം. അതുകൊണ്ട് അർത്ഥം പഠിക്കണം. ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ രുദ്രത്തിൻ്റെ എല്ലാ മന്ത്രങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. വായിച്ചിട്ടുണ്ടാവാം. വായിച്ച ചിലതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അറിയാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ടാകും. ആ ശ്രമം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് അപാരമായിട്ടുള്ള കവിത്വം അതിനകത്തുണ്ട്. ഉപമാന ഉപമയങ്ങൾ കൊണ്ട് സമർത്ഥമായിട്ടുള്ള, ഉപമകൾ കൊണ്ട് സമർത്ഥമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കാര്യം പറയണമെങ്കിൽ അതിന് നമുക്ക് പരിചിതമായ വസ്തുവെ ചൂണ്ടിക്കാണിച്ച് അപരിചിതമായ സത്യത്തിലേക്ക് നമ്മളെ നയിക്കാനുള്ള ഈ വേദ മന്ത്രങ്ങളുടെ ആ കലാകുശലത ഒന്ന് അപൂർവം തന്നെ. ഇത് എന്നെപ്പോലുള്ള കവികൾ പറയും ഉജ്ജ്വലമായിട്ടുള്ള കവിതയാണ്. എന്നാൽ ഉജ്ജ്വലമായ കവിത ആയിരിക്കുന്നതോടൊപ്പം തന്നെ ഉജ്ജ്വലമായ ആശയങ്ങളെ മനുഷ്യന് പരിചിതമായ ഉപമകളിലൂടെ, വസ്തുക്കളിലൂടെ, അങ്ങനെയാണല്ലോ ചൂണ്ടിക്കാണിക്കേണ്ടത്. നമുക്ക് പരിചിതമായ വസ്തുത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലൂടെ പോയാൽ അപരിചിതമായ സത്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാമെന്ന് പറയുന്ന തരത്തിലുള്ള ഘടനാപരമായിട്ടുള്ള സംക്ഷിപ്തമാണ്. അങ്ങനെ ആശയഗഹനത കൊണ്ടും അതിൻ്റെ കാവ്യാത്മകത കൊണ്ടും ഈ വേദമന്ത്രങ്ങൾ അത് അർത്ഥമറിഞ്ഞ് വായിക്കുന്ന ഏതൊരു സാധകനെയും നിരന്തരമായിട്ടുള്ള പാരായണത്തിലൂടെ നമ്മുടെ സത്യത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് നമ്മളിവിടെ 14,641 തവണ ആവർത്തിക്കുന്ന ഈ മന്ത്രങ്ങൾ. അത് ഒരിക്കൽ തന്നെ നമ്മൾ ആ അർത്ഥമറിഞ്ഞ് ഈ രുദ്രം മുഴുവൻ ചൊല്ലിയാൽ തന്നെ ജീവിതം പഴയതുപോലെ ആവുകയില്ല. അത് എന്താണ് നമ്മുടെ ജീവിതം അങ്ങനെ മാറാതിരിക്കുന്നത്? നമ്മൾ വേണ്ടത്ര മനസ്സ് അവിടെ കൊടുത്തിട്ടില്ല. ഈ ശബ്ദത്തിൻ്റെ പിന്നാലെ പോയിട്ട്, ശബ്ദത്തിൻ്റെ പിന്നാലെ പോകുന്നത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ സ്വർണ്ണത്തിന് സുഗന്ധം കിട്ടണമെങ്കിലോ അർത്ഥമറിഞ്ഞ് നമ്മൾ ഇത് അനുധാവനം ചെയ്താൽ, ഈ മന്ത്രത്തോടൊപ്പം നടന്നിട്ടുണ്ട് എങ്കിൽ ആ രുദ്രം മുഴുവൻ ജപിച്ചു കഴിയുമ്പോൾ നമ്മൾ മറ്റൊരാളായി തീരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇത്രമാത്രം ആശയ തീവ്രതയും ദർശന പ്രചരിമയും അടങ്ങിയതാണ് ഈ രുദ്ര മന്ത്രങ്ങൾ. രുദ്രം എന്നുള്ള മന്ത്രം അത് വേദത്തിലെ പല മന്ത്രങ്ങളും അങ്ങനെ തന്നെയാണ്. വേദത്തെപ്പറ്റി പറയുമ്പോഴൊക്കെ നമുക്കിത് പറയാമെങ്കിലും അതാണ് ഈ രുദ്രജപത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഒരു മന്ത്രം അനേക തവണ ആവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആരാണ് ഈ രുദ്രൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രുദ്രൻ ആരാണ് എന്ന് ഞാനിതൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം മഹാദേവന്റെ സന്നിധിയിൽ നിന്നിട്ടാണ് ഈ പറയുന്നത്. ആരാണ് രുദ്രൻ എന്ന് ചോദിക്കുക. അതിനേക്കാൾ കൂടുതലൊരു തമാശയുണ്ട് ഇല്ലേ? ഭഗവാന്റെ സന്നിധിയിൽ വന്നിട്ട് ആരാണ് രുദ്രൻ എന്ന് ഞാൻ നിർവചിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒരു അബ്സർഡിറ്റി ഉണ്ട്. എങ്കിലും വേദത്തിൽ പല രുദ്രന്മാരെ പറ്റി പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നു രുദ്രന്മാരിൽ ഞാൻ ശങ്കരനാണ്. അപ്പൊ അതിനർത്ഥം പല രുദ്രന്മാരുണ്ടാവാം. എന്നാൽ ആ രുദ്രന്മാരിൽ വളരെ പ്രമുഖനായിട്ടുള്ള, സകല രുദ്രന്മാരുടെയും രുദ്രനായിട്ടുള്ള ശങ്കരൻ ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുമ്പോൾ ആ ശങ്കരൻ തന്നെയാണ് നമ്മളിവിടെ ഉപാസിക്കുന്ന ഈ ശങ്കരൻ, ഈ ശംഭു, ഈ മഹാദേവൻ എല്ലാം എന്ന് പറയുന്നത് സകലത്തിനും ഉടയവനായിട്ടുള്ള, സകലത്തിനും നിദാനമായിട്ടുള്ള, ആ സ്വരൂപമില്ലാത്ത, എന്താണ് അനാദിയായിട്ടുള്ള, അരൂപിയായിട്ടുള്ള, നിർവചനങ്ങൾക്ക് അതീതമായിട്ടുള്ള, നിർഗുണനായിട്ടുള്ള, നിസ്സീമനായിട്ടുള്ള ആ ആദിമമായ പൊരുളിനെ അടയാളപ്പെടുത്താൻ ഒരു ലിംഗം, മുദ്ര, ശിവലിംഗം എന്ന് പറഞ്ഞാൽ മുദ്രയാണ്. ആ ഒരു മുദ്ര ഏതൊന്നിനെ അടയാളപ്പെടുത്താൻ സാധ്യമല്ലയോ ആ അസാധ്യമായതിനെ അടയാളപ്പെടുത്തുന്ന ഒരു മുദ്ര എന്നുള്ള നിലയ്ക്ക് ഒരു ശിവലിംഗത്തെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതുതന്നെയാണ് നിരാകാരമായിട്ടുള്ള, നിർഗുണമായിട്ടുള്ള, നിരാമയമായിട്ടുള്ള, നിർവികൽപ്പമായിട്ടുള്ള ആ ശിവം. അതുതന്നെയാണ് നമ്മുടെ മഹാദേവൻ. അതിന് നമ്മുടെ മമ്മിയുടെ
നമ്മുടെ സ്വന്തമാക്കി നമ്മുടെ ഹൃദയത്തെ പ്രതിഷ്ഠിക്കാനുള്ള നമ്മുടെ ത്വരയാണ്. നമ്മളിതിനെ മമ്മിയൂരപ്പെടുത്ത് വിളിക്കുന്നു. നമ്മുടെ സ്വന്തം പിതാവ് അച്ഛനെന്നുള്ള മട്ടിൽ നമ്മൾ പരിപാലിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൊച്ചു മനസ്സുകൾക്ക് ഒരു സംതൃപ്തി, നിറവ്, ഒരു ധൈര്യം ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പരമ്പരകളാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കുമോ? ആ പരമ്പരകളെ മെരുക്കിയെടുത്ത് എൻ്റെ സ്വന്തമാക്കലാണ് നമ്മുടെ ഇഷ്ടം. എങ്കിലേ നമുക്ക് ആ വിശാലതയിലേക്ക് വളരാൻ സാധിക്കും. അതാണ് ഈ ഭക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതാണ് അപാരമായ മെരുക്കലാണ്. നമുക്ക് നിർവചിക്കാനാവാത്തതിന് നിർവചിച്ച് സ്വന്തമാക്കലാണ് ഭക്തിയിൽ ദൈവത്തെ നമ്മൾ കൊച്ചാക്കി കളയുകയല്ല. നേരെ മറിച്ച് അനന്തമായിട്ടുള്ളതിനെ എൻ്റെ കയ്യിലൊടുക്കത്തക്ക രീതിയിൽ ഒന്നെടുക്കാൻ സാധിക്കുന്നു. കടലിൽ പോയിട്ട് ഒരു മുമ്പിൽ വെള്ളം കയ്യിലെടുത്തിട്ട് ഇത് കടൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റുണ്ടോ? വിഗ്രഹാരാധനയ്ക്ക് അത്രയാണ് അർത്ഥം. കടൽ തന്നെ. അതുകൊണ്ടാണ് റൂമി എന്ന് പറയുന്ന പേർഷ്യൻ കവി, വളരെ വലിയ മിസ്റ്റിക് കവിയുടെ ഒരു കൊച്ചു ശ്ലോകമുണ്ട്. ഒരു ഉദ്ധരണി. സമുദ്രത്തിലെ ഒരു തുള്ളി ജലമാണ്. മനുഷ്യരെ പറ്റി പറയുന്നത് ഈ സമുദ്രത്തിലെ ഒരു തുള്ളി ജലമല്ല, ഒരു തുള്ളി ജലത്തിലെ സമുദ്രമാണ്. വ്യത്യാസം മനസ്സിലാക്കാം. ഞാൻ കടലിലെ ഒരു തുള്ളി ജലമല്ല, പിന്നെയോ ഈ ഒരു തുള്ളി ജലമെന്ന് എന്നിൽ ഞാൻ സമുദ്രമാണ്. ഈ ഒരു ജലഗണത്തിലെ സമുദ്രമാണ് മനുഷ്യൻ എന്ന് പറയുന്നിടത്ത് അപാരതയെ കൂട്ടിക്കൊള്ളുന്നു. ഈ ഈശ്വരൻ എന്നിൽ നിർലീനമായിരിക്കും എന്ന ആശയത്തെയാണ് നമ്മുടെ ഭൂമി നമ്മളോട് പറയുകയാണ്. ഈ കടലിലെ ഒരു തുള്ളി ജലമല്ല, ഒരു തുള്ളി ജലത്തിലെ കടലാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ കടലിനെ നമ്മൾ ഒരു തുള്ളി എടുത്തിട്ട് ആ തുള്ളിയെ എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ മമ്മിയൂരപ്പ, എൻ്റെ മഹാദേവി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്വന്തമാക്കാനുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ആ കാമനയാണ് അവിടെ സാധിക്കുന്നത്. അതാണ് ഭക്തിയുടെ സൗന്ദര്യം എന്ന് ഞാൻ പറയും. അതുപോകട്ടെ, അങ്ങനെ ഈ രുദ്രനെ, ഈ മന്ത്രങ്ങൾ ചൊല്ലി, ഈ രുദ്രമന്ത്രങ്ങൾ ചൊല്ലി നമ്മൾ ജപിച്ച് ഉണർത്തുന്ന സംപ്രീതനാക്കുന്ന രുദ്രനാരാണ് എന്ന് നമുക്ക് സംശയമൊന്നുമില്ല. ഈ സകല ജഗത്തിനും ആധാരമായിട്ടുള്ള ആ നിരാകാരമായിട്ടുള്ള എന്താണ് നിർവചനങ്ങളിൽ അതീതനായിട്ടുള്ള നിർഗുണനായിട്ടുള്ള ആ ഒരു പരമ ചൈതന്യം. എന്നാൽ ഈ ജപിക്കുന്ന മന്ത്രം ഏറ്റവും ചെറുതിലും ഏറ്റവും വലുതിലും ഏതൊരു സത്യമാണോ ഭാസിക്കുന്നത് അതാണല്ലോ നമ്മുടെ ദൈവം. അതെല്ലാവരും പറയാറില്ല. കൂടുതലും ഗുരുവിനൊക്കെ പറയാൻ നമ്മൾ കേട്ട് കണ്ടുപിടിച്ചിട്ടാണ് പോകുന്നത്. കൂടുതലും ഗുരുവിന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ അർത്ഥമുണ്ട്. അല്ലാതെ ചൂട് വെട്ടിയാൽ മനസ്സിനൊന്നും കൊണ്ട് വരികയില്ല. എവരി മാറ്റർ നമ്മൾ കാണുന്ന എല്ലായിടത്തും ഉണ്ട് എന്ന് അർത്ഥമുണ്ട്. അത് മതിക്കട്ടെ. ഇവിടെ മനുഷ്യ നന്മയ്ക്ക് രുദ്രം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നതാണ് എന്നോട് പറയാനുള്ള വിഷയം. രുദ്ര മനുഷ്യ നന്മയ്ക്ക് അല്ലെങ്കിൽ ലോക നന്മയ്ക്ക് ഈ രുദ്ര യജ്ഞത്തിലൂടെ ഭഗവത്ഗീതയിൽ വേറെന്നൂടെ പറയുന്നുണ്ട്. യജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജപയജ്ഞമാണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. പലതരത്തിൽ യജ്ഞങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപയെല്ലാം മുടക്കി മഹായജ്ഞങ്ങൾ നടത്തുന്നില്ല. അതൊക്കെ കൊള്ളാം, നല്ലത് തന്നെ. പക്ഷേ എനിക്കിഷ്ടം ജപങ്ങളുടെ കൂട്ടത്തിൽ അല്ല, യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ജപയജ്ഞമാണ് ഞാൻ ഇതേ എന്ന് പറഞ്ഞാൽ അതൊരു ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ജപമുണ്ടല്ലോ, അതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്നർത്ഥം. അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയുന്ന ഈ ജപത്തിന്റെ പ്രാധാന്യത്തെ പറ്റി കൂടി നമുക്ക് ചിന്തിക്കും. ഈ രുദ്രം നടത്തുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് 3-4 തരത്തിലുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങളെ നിവർത്തിക്കാനാണ് ഈ യജ്ഞം. ഇവിടെ വേറെ പ്രാസംഗിക പ്രഭാഷണത്തിൽ വേറെ തരത്തിലൊക്കെ പറഞ്ഞിട്ട് അത് തെറ്റല്ല. ഞാൻ എൻ്റെ സമീപനം പറയുന്നതാണ്. 4 തരത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളാണ് സാധാരണ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ. ഒന്ന്, നമ്മുടെ ആരോഗ്യം, എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ കാണാമെന്ന് പറയും. ആരോഗ്യം കാണാം. എൻ്റെ ആരോഗ്യത്തെ പറ്റിയുള്ള എൻ്റെ വിചാരം. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ, ശരീരം ഉണ്ടെങ്കിലല്ലേ ആരോഗ്യം വേണം. ആരോഗ്യം കാണാം എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യത്തെ പറ്റിയുള്ള എൻ്റെ അതായത് ഈ ജപത്തിലൂടെയൊക്കെ എൻ്റെ ആരോഗ്യം ഉണ്ടാകണമെന്ന് മനുഷ്യൻ വിചാരമുണ്ടെന്ന് അർത്ഥം. ഏതൊരു പ്രാർത്ഥനയിലുമുണ്ട് എൻ്റെ ആരോഗ്യം, ഇല്ലേ? ആരോഗ്യം മാത്രം പോരല്ലോ, നല്ല ആരോഗ്യം. പക്ഷെ ആയുസ്സില്ലെങ്കിലോ, അപ്പോൾ ആയുസ്സിനെ പറ്റി ഉള്ള വേവലാതിയും നമുക്കുണ്ട്. ആരോഗ്യവും ആയുസ് കഴിഞ്ഞാൽ
ശ്രീ വേണം. ഐശ്വര്യത്തെ പറ്റിയുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സകല മനുഷ്യരും ഈ ശ്വസിച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഞാൻ നിങ്ങൾ പറയുന്ന സകല മനുഷ്യകുലത്തിനും വേണ്ട ആദ്യത്തെ ആഗ്രഹങ്ങളാണ് വരുന്നത്. എനിക്ക് ആരോഗ്യം വേണം, ആയുസ് വേണം എന്ന് പറഞ്ഞ് യാചകനായി ജീവിക്കാനല്ല, ഐശ്വര്യമായിട്ട് ജീവിക്കണം. ആരോഗ്യം ആയുസ്സുണ്ട്, പക്ഷേ യാചകനായി കൊടുക്കണം. ഒരു നിവൃത്തിയില്ല, അത് പറ്റില്ല. അപ്പോൾ ശ്രീയും വേണം. ഈ 3 ഡിമാൻഡുകളാണ് മിനിമമായിട്ട് എല്ലാവരും ദൈവത്തിനോട് വരുന്നത്. പിന്നെ അടുത്ത ഡിമാൻഡുണ്ട്, സപ്ലിമെൻ്ററി ഡിമാൻഡുണ്ട്. നമ്മൾ സർക്കാരിൽ പറയുമ്പോൾ സപ്ലിമെൻ്ററി ഡിമാൻഡുണ്ട്. മക്കളുടെ കാര്യം നോക്കിക്കോണം, കൊച്ചുമക്കളുടെ സുഖമില്ല അവരെ നോക്കിക്കോണം, കല്യാണം നടക്കണം, എല്ലാം നോക്കണം. പക്ഷേ ഇതിനൊക്കെ ആത്യന്തികമായി നമ്മുടെ 3 കാര്യങ്ങൾ തന്നെയാണ് ആരോഗ്യവും ആയുസ്സും നമ്മുടെ ക്ഷേമവും, അല്ലെങ്കിൽ നമ്മുടെ ശ്രീ. അതിന് ചില പ്രബന്ധകാരന്മാരൊക്കെ ഇവിടെ ആരോഗ്യ കാരണം, ആയുഷ് കാരണം, ശ്രീ കാരണം നമ്മൾ എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കഴിഞ്ഞാലോ മനസ്സമാധാനം കൂടി വേണ്ടേ? അപ്പോൾ ശാന്തി കാണും. അപ്പോൾ ആരോഗ്യം, ആയുസ്, ശ്രീ, ശാന്തി, ഈ 4 കാര്യങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യർക്ക് ജീവിക്കും. ഞാൻ ഏതെങ്കിലും ഒന്നില്ല എങ്കിൽ ജീവിതം പിന്നെ പൂർണ്ണമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആയുസ്സുണ്ട്, പക്ഷെ ആരോഗ്യം ഭീകരവശം. ആരോഗ്യമുണ്ട്, ആയുസ്സില്ല. ആരോഗ്യമുണ്ട്, ആയുസ്സുമുണ്ട്, ഒരു വരുമാനമില്ല, ഐശ്വര്യമില്ല. അതായത് എല്ലാമുണ്ട്. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം അറിയുന്നത്. എല്ലാം ഉണ്ട് കേട്ടോ, പക്ഷെ മനസ്സമാധാനമില്ല, ശാന്തിയില്ല. എത്ര സമ്പന്നന്മാരെ നമുക്കറിയാം, ഗുളിക കഴിക്കാതെ പണം കിട്ടാത്തവർ. സന്മനസ്സുള്ളവർക്ക് സമാധാനം കൊണ്ട് ബൈബിളിൽ പറഞ്ഞില്ലേ? അതൊക്കെ ശരിയല്ലേ? സന്മനസ്സുള്ളവർക്കേ ഉള്ളൂ സമാധാനം. സന്മനസ്സില്ലെങ്കിൽ ഗുളിക കഴിച്ച് വളരാൻ പറ്റൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗുളികകളിൽ സ്ലീപ്പിംഗ് പിൽസാണ്. കാരണം വാരി കഴിച്ചെങ്കിലേ ഉറങ്ങാൻ പറ്റും. എന്താ കാരണം? ഉണർന്നിരിക്കുന്ന സമയത്ത് ചെയ്ത കർമ്മങ്ങളുടെ മുഴുവൻ നിഴലുകൾ തന്നെ വേട്ടയാടുന്നുണ്ടോ എന്നുള്ള ചിന്തയിൽ ഉറക്കം വരില്ല. വിത്ത് കുഴിച്ചിട്ടതുപോലെയാണല്ലോ കർമ്മങ്ങൾ. നമ്മളറിയാതെ കുഴിച്ചിട്ടതൊക്കെ കേൾക്കും. ചിലത് മുള്ളായിരിക്കും, ചിലത് കവിളുള്ളായിരിക്കും, ചിലത് വിഷമായിരിക്കും, പലതുമായിരിക്കും കേട്ടോ. അതുകൊണ്ട് അവനവൻ്റെ കർമ്മം നമ്മുടെ പിന്നിലുണ്ടായിരുന്നു. ഭഗവാൻ മുന്നിൽ പറയുന്നുണ്ട് കർമ്മപദത്തില് ഈ കാളയുടെ പിന്നാലെ വണ്ടിച്ചക്രത്തിൽ കെട്ടിയ വണ്ടിയിൽ കെട്ടിയ കാളയുടെ പിന്നാലെ ചക്രം എങ്ങനെ വരുന്നുവോ, കാള മുമ്പോട്ട് വരുമ്പോൾ ചക്രം പിന്നാലെ വരുന്നു. അവിടെ വരുന്നതിന്റെ കർമ്മങ്ങൾക്ക് പിന്നാലെ വരാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടിയിൽ കെട്ടിയ കാളയുടെ പിന്നാലെ ആ വണ്ടിയുടെ ചക്രം എങ്ങനെ വരുന്നുവോ അതുപോലെ തന്നെ കർമ്മം പിന്നാലെ പിന്നാലെ വരുന്നു. അപ്പൊ അതാണ് ഈ കർമ്മങ്ങൾ. അങ്ങനെ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ കാരണം രാത്രി കിടന്നാൽ ആരോഗ്യമുള്ള ആയുസ് കൊണ്ട് ശരീരമുണ്ട്, പക്ഷെ ശാന്തിയില്ല. അപ്പൊ ഈ 4 കാര്യങ്ങൾ വേണം കേട്ടോ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. ആരോഗ്യവും ആയുസും ശരീരം, ശാന്തി. അപ്പോ ഈ 4 കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ളത് കൂടി അങ്ങനെ ഈ നമ്മുടെ വിഗ്രഹത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ലോകധർമ്മ എന്ന് പറയുന്ന 4 കാര്യങ്ങൾ മനുഷ്യരുണ്ടാകും. അപ്പൊ ജനിച്ചെവിടെയെങ്കിലും നമ്മൾ ജനിച്ചാൽ 4 കാര്യങ്ങൾ ഉണ്ടാകണം. അതാണ് അടുത്ത ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനെ മനസ്സിലാക്കണമെങ്കിൽ വേദങ്ങളുടെ മനസ്സ് മനസ്സിലാക്കണം. മനുഷ്യർക്ക് ഈ ഭാരതീയമായ തത്വശാസ്ത്ര ചിന്തയിൽ 2 ധാരകളുണ്ടല്ലോ. ഒന്ന്, എല്ലാം ത്യജിച്ചിട്ട് സർവസംഘ പരിത്യാഗിയായി പരിപാലകനായി ഇങ്ങനെ അറിയുക. ഭൗതികമായ ഒന്നും എനിക്ക് വേണ്ട, എല്ലാം സർവസംഘ പരിത്യാഗം. രണ്ടാമത്തതാണ് ഭാരതത്തിൽ കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ള ഇഷ്ടപ്പെട്ട വഴി. അതെന്താണ്? നീ ഗൃഹസ്ഥാശ്രമിയായി ഇരിക്കുക തന്നെ, നീ യോഗിയായി തിരിച്ചു. ഒന്നും തിരിക്കണ്ട. എന്നാൽ യോഗി ഭാവത്തോടു കൂടി നീ ഇതെല്ലാം ആസ്വദിച്ച് ജീവിക്കുക. പിന്നെ ഈശാവാസ്യപനിഷത്തിലൊക്കെ പറയുന്നതാണ് ത്യാഗബുദ്ധിയോടുകൂടി എല്ലാം ആസ്വദിച്ചു കൊടുക്കുക. ഇതൊന്നും കാരണം എന്തുകൊണ്ടാണ്? ഇതൊന്നും നിന്റെതല്ലല്ലോ. ഈ ഭൂമിയും ഈ ആകാശവും ഈ വായുവും ഈ വെള്ളവും ഒന്നും നിന്റെതല്ല, എല്ലാം ഞാൻ തന്നതാണ്. ഭഗവാനാണ്. നമുക്ക് ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാൻ സാധിക്കും. ഇത്തിരി മണ്ണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കളയാനല്ലാതെ എത്രയെങ്കിലും വലിയൊരു കുന്ന് JCB കൊണ്ട് ഇടിച്ച് 3-4 ദിവസം കൊണ്ട് നിരത്താമെന്നുള്ളതല്ലാതെ ഈ മണ്ണുണ്ടാക്കാൻ പറ്റുമോ? ഒരു മണൽത്തേക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? ഒരു തുള്ളി വെള്ളം ലബോറട്ടറിയിൽ ഉണ്ടാക്കണമെങ്കിൽ വലിയ പാടാണ്. ഒരു
100 ലിറ്റർ അല്ല 100 മില്ലി ഉണ്ടാക്കണം, മില്ലി ലിറ്റർ വെള്ളം ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടെ ചേർന്നാൽ വെള്ളമാവുന്നൊക്കെ ശാസ്ത്രം പറയുന്നെങ്കിൽ നമ്മൾ ചേരുകയില്ല, നമ്മൾ പിടിച്ചു ചേർത്താൽ ചേരുകയല്ല. അത് പ്രകൃതി അനായാസമായി ദശലക്ഷക്കണക്കിന് ബില്യൺ എത്രയാണ് വെള്ളം, ഒരു 10 മിനിറ്റ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എത്രയെങ്കിലും ബില്യൺ വെള്ളം ലിറ്റർ വെള്ളമാണ്. അല്ലെങ്കിൽ പ്രകൃതിക്ക് നിസ്സാരമാണ് കേട്ടോ, ധാരാളമാണ്, ഉദാരതയാണ്. ഈ വായു ഇതെല്ലാം തന്നിരിക്കുന്ന ഭഗവാനുണ്ടല്ലോ. ആ ഭഗവാൻ നമ്മളോട് പറയുന്നത് എന്താണ്? ഇതെല്ലാം ഞാൻ നിനക്ക് തന്നതാണ്, നീ ഉപയോഗിച്ചു. പക്ഷേ ത്യാഗബുദ്ധിയോടുകൂടി നിന്റേതാണെന്ന് വെട്ടിപ്പിടിച്ചു കളയാൻ. ഇതൊക്കെ എന്റേതാണ്, വാടക വേണ്ടി താമസിക്കുന്നത് താമസിച്ചുകൊള്ളൂ എന്നാണ് ഈ മനോഭാവം ഇല്ലാതെ പോയതാണ് പാശ്ചാത്യ ലോകം നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും തെറ്റായ വികസന മാതൃക എന്ന് പറയുന്നത്. ഇതെല്ലാം എന്റേതാണ് എന്നുള്ള വിചാരത്തോടു കൂടി പ്രകൃതിയെ നോക്കിക്കാണാൻ തുടങ്ങിയിടത്താണ് പാശ്ചാത്യ നാഗരികത മനുഷ്യ വിനാശത്തിന് തുടക്കം കുറിച്ചത് എന്ന് പറയാൻ ഇനി മടിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാമല്ലോ, 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ബ്രിട്ടീഷുകാരെന്ന് നമ്മളെ കീഴടക്കില്ലേ. ഈ കീഴടക്കാൻ അവർക്ക് തോന്നിയ കാര്യം എന്താണ്? ഈ വിചാരമാണ്, ഈ ആത്മീയതയില്ലാത്ത വിചാരമാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകമെല്ലാം എനിക്ക് കീഴടക്കാനുള്ളത്, ഈ ജന്തുക്കളെയൊക്കെ എനിക്ക് കൊന്നു ഭക്ഷിക്കാനുള്ളത്, ഈ മണ്ണൊക്കെ എനിക്ക് കുത്തിയെടുത്ത് എനിക്ക് സമ്പത്താക്കി മാറ്റാനുള്ളത്. പണ്ടൊരു തമിഴ് പാട്ടില്ലേ, എൻ്റെ ഉലകം പിറന്നത് നിനക്കാക, എൻ്റെ ഭൂമി പിറന്നത് നിനക്കാക, എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അതാണ് ഇന്നത്തെ ജപം. എനിക്ക് വേണ്ടി കൊടുക്കുക, അതെനിക്ക് വേണ്ടി കൊടുക്കുക, അതാണ് ജപം. ഇത് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ജപം ഇതാണ്, എല്ലാം എനിക്ക് വേണ്ടി. അങ്ങനെ ജപിച്ചാണ് ഈ പരിമിതരായത്. ഇപ്പൊ ഭൂമി എത്ര കാലം നിലനിൽക്കുമെന്നും മനുഷ്യരാശി ഭൂമുഖത്ത് ഈ വസുന്ധരയിൽ എത്ര കാലം ഉണ്ടാകുമെന്നും അറിഞ്ഞുകൂടാത്ത തരത്തിൽ നമ്മളെ ആശങ്കപ്പെടുത്തുമാറ് ഈ ഭൂമിയെ നമ്മൾ നശിപ്പിച്ചു. ഭൂമി മാത്രമല്ല, നമുക്ക് വരദാനമായി കിട്ടിയ ഭഗവാന്റെ വിഭൂതികളായി കിട്ടിയ ഈ വെള്ളവും ഈ വായുവും ഈ അന്തരീക്ഷവും ഈ ജലവും എല്ലാം നശിപ്പിച്ചിരിക്കുന്നു. മലിനമല്ലാത്ത ഏതെങ്കിലും പുഴ ഈ കേരളത്തിലുണ്ടോ? ഈ ഭാരതത്തിലുണ്ടോ? മലിനമല്ലാത്ത ഏതെങ്കിലും ഒരു പുഴ? നമ്മൾ വിചാരിച്ചാൽ ഒരു പുഴ പോയി ഒരു ചാലുണ്ടാക്കാൻ പറ്റും. ഡൽഹിയില് നവംബർ-ഡിസംബർ മാസങ്ങളിൽ കൊറോണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാസ്ക് കിട്ടാതെ നടക്കാൻ സാധിക്കാത്ത തരത്തിൽ അന്തരീക്ഷം മലിനമായിരിക്കുക. ലോകത്തിലെ ഏറ്റവും അന്തരീക്ഷ മലിനീകരണമുള്ള നഗരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി ഡൽഹി മാറിയിരിക്കുന്നു. ഇവിടെ പിന്നെ ഒരു വ്യവസായങ്ങളൊന്നുമില്ലാത്ത അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നെങ്കിൽ മലിനപ്പെട്ടു. നമ്മുടെ എല്ലാ പുഴകളും മലിനമായിരുന്നു. പുഴകൾ മലിനമായി, അന്തരീക്ഷം ഭൂമി നമ്മളെ കൊണ്ടാവും വിധമൊക്കെ നമ്മൾ മലിനമാക്കി, രാസവള പ്രയോഗങ്ങൾ കൊണ്ടും എല്ലാം മലിനമാക്കി. അതുകൊണ്ട് ആകാശപ്രയോഗത്തിന് അനന്തരം മുകളിലായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, എല്ലാം മലിനമാക്കാം. അഗ്നിയെ പിന്നെ തൊടാൻ സാധ്യമല്ല, ആകെ മനുഷ്യന്. അതുകൊണ്ടാണ് സർവ്വയജ്ഞത്തിലും ഇതെല്ലാം ഏറ്റെടുത്ത് ഈ വിതരണം ചെയ്യേണ്ട ജോലി, അത് ദേവന്മാരുടെ എത്തിക്കേണ്ട ജോലി നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന അഗ്നിയാണ്. കാരണം അന്ന് ഈ വേദം എഴുതിയവർക്ക് അറിയാം ഇതിനെ മാത്രം തൊട്ട് കഴിയുന്ന അഗ്നിയെ മാത്രം അശുദ്ധമാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഏത് അശുദ്ധി ഇട്ടാലും അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അഗ്നിയുടെ. അപ്പൊ അഗ്നി ഒഴിച്ച്, അഗ്നിയും ആകാശവും പോയി, അഗ്നി ഒഴിച്ച് വരെ എല്ലാ ദുഃഖങ്ങളെയും മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനോഭാവം എന്തെന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം അവകാശം എനിക്കുണ്ട് എന്നും ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണെന്നും ഉള്ള മനുഷ്യന്റെ ഗൂഢമായിട്ടുള്ള ചിന്തയാണ് ഇന്നത്തെ പാരിസ്ഥിതികമായിട്ടുള്ള അപകടത്തിന്റെ ആരംഭം എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതിൽ നിന്നുള്ള തിരിച്ചു നടത്തം, അതിൽ നിന്ന് മടങ്ങിപ്പോകാത്തിടത്തോളം കാലം നമ്മൾ ഈ ആപത്തിന്റെ കുത്താളിയായി തീരുകയാണ്. നമ്മൾ മലയാളികൾ വളരെ ലളിതമായി ജീവിക്കുന്നവരാണെന്നാണ് പറയുന്നത്. ഒറ്റമുണ്ടെടുത്ത് നമ്മുടെ രാജാക്കന്മാരെ പോലും സാധാരണ മുണ്ടെടുത്ത് അല്ലേ ഇരിക്കുന്നു, വലിയ കലപ്പാവും ഒന്നും ഇല്ലാതായിരുന്നു. നമ്മൾ ലാളിത്യത്തിന്റെ ആൾക്കാരാണ്. അതാണ് കേരളത്തിന്റെ പ്രത്യേകതയായിരുന്ന സംസ്കാരം. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആഡംബര പ്രിയരായി മാറിയത് ഈ കേരളം. എന്തുമാത്രം ഗുണമാണ് ആഡംബരത്തിന് വേണ്ടി കളയുന്നത്. ഇപ്പോ പുതുവത്സര യാത്രയിൽ എത്ര കോടി രൂപയ്ക്കാണ് നമ്മൾ വന്നിവെച്ചത്, എത്ര കോടി രൂപയാണ് കത്തിച്ച് കളഞ്ഞത്. അപ്പോൾ ധാരാളത്തിൽ ഇങ്ങനെ അഭിനന്ദിക്കുക എന്നുള്ളത് മലയാളിയുടെ ശീലമായി മാറി. അത് ഒരു പാശ്ചാത്യ ലോക സംസ്കാരത്തിന്റെ വളരെ അന്ധമായിട്ടുള്ള അനുകരണമാണ്. ആ അനുകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനവരാ
പ്രബലനാണ്, സംശയമൊന്നുമില്ല. ഈ അന്തരീക്ഷത്തിന്റെ താപനില, ശരാശരി താപനില 2% കൂടിയാൽ ഇനി ഭൂമുഖത്ത് ജന്തുജാലകൾ ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഐക്യരാഷ്ട്രസഭയിൽ. ഇപ്പോൾ ദുബായിലൊക്കെ ഈ കാലാവസ്ഥാ വ്യതിയാന കമ്മിറ്റിയൊക്കെ മീറ്റിംഗ് ഉണ്ടായില്ല, ഒരു പ്രയോജനമില്ല. ആർക്കും മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുവാൻ സമയമില്ല. ഞാനൊന്നും കുറയ്ക്കുകയില്ല, നീ വേണമെങ്കിൽ കുറച്ചോ, അതാണ് പോട്ടെ. അപ്പൊ ഇതാണ് നമുക്ക് പ്രകൃതി വിഭവങ്ങളോടുള്ള, ഈ ലോകത്തിനോടുള്ള നമ്മുടെ ബന്ധത്തിൽ വന്ന മാറ്റം. ഇതെല്ലാം എന്റേതാണ്, അതുകൊണ്ട് എനിക്ക് ഉപയോഗിക്കാമെന്നുള്ള വിചാരം എവിടെ? ഇതൊന്നും നിന്റേതല്ല, എന്നാൽ നീ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊള്ളൂ എന്ന് പറയുന്ന ഉപനിഷത്തുകളിലെ ഏറ്റവും സുസ്ഥിരമായിട്ടുള്ള ആ മനോഭാവത്തിൽ, ആ സുസ്ഥിര മനോഭാവത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം. എന്ന് പറഞ്ഞാൽ ത്യാഗബുദ്ധിയോടുകൂടി ഇത് അനുഭവിച്ചു തിരിച്ചു കൊടുക്കണം. നമ്മൾ എങ്ങനെയാണ് ഒരു കർക്കശനായ വാടകക്കാരന് വീട്ടിൽ പോയി താമസിച്ചിട്ട് അയാളെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരു ഡാമേജും ഇല്ലാതെ വീട് എങ്ങനെ മടക്കി കൊടുക്കുമോ, ഒരുത്തരിൽ കാറ് കടം വാങ്ങിച്ച് ഓടിച്ചിട്ട് അത് തട്ടാതെ പൊട്ടാതെ എങ്ങനെ നമുക്ക് തിരിച്ചു കൊടുക്കുമോ, അതേപോലെ ഈ ഭൂമി നമ്മൾ എങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടുമോ, അതുപോലെ ഈ ഭൂമി നമ്മുടെ വിഭവങ്ങളെ തിരിച്ചു കൊടുക്കാൻ ഉള്ള അന്തസ്സാണ് മനുഷ്യൻ പുലർത്തേണ്ടത്. എന്നാൽ അതിന് പകരം നെറുകെട്ട തരത്തിൽ ഉപഭോഗ സംസ്കാരത്തിൽ മതിമറന്ന് എല്ലാത്തിനെയും നശിപ്പിച്ചിട്ട് വേണമെങ്കിൽ എടുത്ത് എന്ന് പറയുന്ന ഒരു ധനാങ്കിട മനസ്സാണ് ഇന്ന് നമ്മൾ ചുറ്റും കാണുന്നത്. അതാണ് ഈ പുതിയ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അപജയം. അങ്ങനെയുള്ള അപജയ കാലത്താണ് ഇവിടെ വേദങ്ങളുടെ ഉദാരമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള മനസ്സിൽ നിന്ന് ഉണർന്നു വന്ന ഈ മന്ത്രങ്ങൾ ഇവിടെ ഈ ഭഗവാന്റെ തിരുമുറ്റത്ത് ഇരുന്നു കൊണ്ട് ഉച്ചരിച്ച് ലോകനന്മ ഉണ്ടാകാമെന്ന് നമ്മൾ വിചാരിക്കുന്നത് യുക്തി എന്ന് ചിന്തിക്കാനാണ് ഇന്നത്തെ പ്രഭാതം ഞാനുള്ളത്. നമ്മൾ ജീവിക്കുന്ന കാലം മനസ്സിലായത്, നമ്മൾ ജീവിക്കുന്നത് അങ്ങേയറ്റം സ്വാർത്ഥമതികളായിട്ടുള്ള കുറെ മനുഷ്യർക്കൊപ്പമാണ്. നമ്മളൊക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. സ്വാർത്ഥകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം ഗവൺമെന്റ് മുൻകളായാണെന്ന് വിചാരിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ഈ കാലത്തിന്റെ മുഖത്തിരുന്നുകൊണ്ട് ഈ വേദമന്ത്രങ്ങളുടെ ഉത്കൃഷ്ടതയിലേക്ക് മടങ്ങിപ്പോയി ഈ ലോകത്തെ നന്നാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചു. ഇതാണ് ലോകം, ഇന്നത്തെ ലോകമില്ല. ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ മടങ്ങിപ്പോകും? ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ തിരുവനന്തപുരത്തിരുന്ന് നമ്മൾ കുറച്ച് പ്രാവശ്യം ജപം ഒരു മന്ത്രം ജപിച്ചു എന്നുള്ളത് കൊണ്ട് ലോകം മാറുമോ എന്ന് ചോദിക്കുന്ന യുക്തി ചിന്തയുണ്ട്. ആ യുക്തിയെ നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. നമ്മളിലൊക്കെ ഉണ്ടല്ലോ യുക്തി വിചാരങ്ങൾ കൊണ്ട് വിശ്വാസമുണ്ട്, യുക്തിയും കൊണ്ട് യുക്തിരാഹിത്യമുണ്ടല്ലേ. നമ്മളൊരു ശിലാവിഗ്രഹത്തിന് മുമ്പിൽ കുമ്പിടുമ്പോൾ നമ്മുടെ ഉള്ളിലെ യുക്തിക്ക് അറിയാമെന്ന് പറഞ്ഞ ശിലയാണ് എന്നറിയാം. എന്നാൽ നമ്മുടെ ഉള്ളിലെ വിശ്വാസം പറയുന്നു ശിലയാണെങ്കിലും അത് ശിലയല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ യുക്തി ചിന്ത കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ കുറച്ചു പേര് നമ്മൾ തിരിച്ചു ലോകത്തിൽ ഉണ്ടാകണം എന്ന് ചോദിക്കണം. അപ്പോൾ ഒന്നും ഭയന്ന് ചോദിക്കാതിരിക്കും, എന്താ കൊണ്ടാണ് ചോദിക്കണം. അങ്ങനെ ചോദിച്ചതെന്നാണ് ഞാൻ ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ പോകുന്നത്. ഞാനും ചിന്തിക്കുന്നുണ്ട്, കുറച്ചുപേര് കൂടി മന്ത്രം ജപിക്കുന്നു, കൊള്ളാം, നല്ല മന്ത്രമാണ്. നിങ്ങൾ ജപിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്താ ലോകത്തിനെന്താ ഗുണം? നിങ്ങളുടെ മനസ്സിലൂടെ എല്ലാം ആത്മാർത്ഥമായി ചിന്തിച്ചാൽ നിങ്ങൾ ഭയം കൊണ്ട് ഈശ്വര ഭയം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുകയല്ല. നിങ്ങളുടെ പിള്ളേരെ കുറിച്ച് ഭയഭക്തിയുള്ളവരാണ്. അതുകൊണ്ട് മനസ്സിലൂടെ ചിന്ത വന്നപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ പാടില്ല, ചിന്തിക്കണമെന്നാണ്. ചിന്തിച്ചിട്ട് അതിന്റെ ഉത്തരത്തിലെത്തണം. ചിന്തിക്കാതിരിക്കണം. ഏറ്റവും വിരുദ്ധമായ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരുമ്പോഴും ചിന്തിക്കണം. ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത്ര ഉള്ളത് തീസിസ്, ആന്റിതീസിസ് എന്ന് പറയുന്ന ഒരു ആശയം വരുന്നു. അതിന്റെ വിരുദ്ധാഭിപ്രായം വരുന്നത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുത്തുന്നത് അത്രേ ഉള്ളൂ. ഏറ്റവും ലളിതമായി പറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇത് നമ്മുടെ മനസ്സിലൂടെ സദാ നടക്കണം. ഇതുകൊണ്ട് ഇപ്പൊ എന്തൊരു ഗുണം നമ്മൾ ആലോചിക്കുക വെച്ചാൽ ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം എന്നാണ്. ചിന്തിച്ച് നമുക്ക് അതുകൊണ്ടാണല്ലോ ഭഗവത്ഗീത ഇത്രയും പറഞ്ഞതിന് ശേഷം 18-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും, ഞാനിതൊക്കെ പറഞ്ഞെങ്കിലും നിനക്ക് ഇഷ്ടം പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു. ഭഗവാൻ ഇഷ്ടമായ ഗുരുവാണല്ലോ. ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കണ്ട, ഞാനിതൊക്കെ പറയും, നിനക്ക് യുക്തമായി നീ ചിന്തിച്ചു. അതാണ് ഉത്തമനായ ഗുരു. അധമനായ ഗുരു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ ഒരു അക്ഷരം മാറ്റിക്കൊണ്ടെങ്കിൽ ഞാൻ തന്നെ പറയുന്നു അധമ ഗുരു. മനസ്സിലായ ഭഗവാനല്ല ഇത്രയെല്ലാം വിശദമായി സവിസ്തരം പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് എന്റെ യുക്തം എന്ന് പറയുന്നത് പോലെ നമ്മൾ ചിന്തിക്കണം. ഈ ജപയോഗം കൊണ്ട് എങ്ങനെയാണ് ലോക കല്യാണം അതിന് വേഗതയുടെ മനസ്സിലേക്ക് പോകണം.
വേദങ്ങളിലെ വിശ്വബോധത്തിലേക്ക് പോകണം, വേദങ്ങളിലെ കാലബോധത്തിലേക്ക് പോകണം. വേദങ്ങളിൽ വ്യത്യസ്തമല്ല, വേദമന്ത്രങ്ങളാണ്. അപ്പൊ ഈ വേദമന്ത്രങ്ങൾ രചിക്കപ്പെട്ടത് എന്തിനാണ്? വേദങ്ങൾ എഴുതപ്പെട്ട കാലത്ത് ആ ഋഷിമാരെ നയിച്ചിരുന്ന മനസ്സെന്താണ്? നമ്മളിപ്പോ പിന്നെ ഗുഡ് മോർണിംഗ് പറയുന്നത് പോലെ ലോകാസമസ്ത സുഖിനോ ഭവൻ പറഞ്ഞില്ലേ? ലോകാസമസ്ത സുഖിനോ ഭവൻ എല്ലാവരും എടുക്കുകയാണ്. അസുഖത്തിൽ ലോകം മുഴുവൻ സമസ്തയാണ് കേട്ടോ, സമസ്ത ലോകാസമസ്ത സുഖിനോ ഭവൻ. അത് ഭഗവാൻ സത്യസായിബാബ മാറ്റി സമസ്ത ലോക സുഖിനോ ഭവൻ. ഈ ലോകം മാത്രമല്ല, സമസ്ത ലോകങ്ങൾക്ക് നമുക്ക് അറിഞ്ഞുകൂടാത്ത ലോകങ്ങൾക്ക് സുഖിനോ ഭവൻ എന്ന് പറഞ്ഞു ലോക സമസ്ത സുഖിനോ ഭവൻ. ശരിക്കും പറഞ്ഞാൽ വേദങ്ങളെ മുഴുവൻ പ്രചോദിപ്പിച്ച ഏക ആശയധാര അതാണ്. ഈ ലോകത്തിലെ സകല ചരാചരങ്ങളും ശാന്തിർഭവത്തും സുഖിനോഭവത്തും സുസ്ഥിർഭവത്തും സ്വസ്തിയോടെ ശാന്തിയോടെ സുഖത്തോടെ ഈ ലോകത്തെ സകല ചരാചരങ്ങളും ഭവിക്കട്ടെ. അതിനേക്കാൾ ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള ചിന്തകൾ, ചിന്തകൾ അന്ന് ലോകത്ത് ജാതിയും മതവും ഉണ്ടായിരുന്നു എനിക്കറിയുള്ളൂ. ഈ വേദങ്ങൾ എഴുതപ്പെടുന്ന കാലത്ത് ലോകത്ത് മനുഷ്യർക്കൊരു മതമേ ഉണ്ടായിരുന്നു, മനുഷ്യമതം. മനുഷ്യരായി നമ്മൾ ജീവിക്കുന്നു, നമ്മൾ മനുഷ്യരായി മരിക്കുന്നു. ആ മരണത്തിനും ജനനത്തിനും ഇടയിൽ നിങ്ങളുടെ സ്വസ്തിയോടെ ഇരിക്കട്ടെ, ശാന്തിയോടെ ഇരിക്കട്ടെ, സുഖമായിരിക്കട്ടെ, ശാന്തിർഭവത്തു സുഖിനോഭവത്തു, ലോകം മുഴുവൻ അങ്ങനെ സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന അത്യുദാരമായിട്ടുള്ള ചിന്ത. ആർക്കും ഒരു ദോഷവും വരാതിരിക്കണം, ആർക്കും ഒരു അകലമില്ലാതിരിക്കണമേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാന്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും ശാന്തിപൂർണമായ അവസ്ഥയിൽ നമുക്ക് ഈ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുകയാണ് എങ്കിൽ എനിക്ക് ശാന്തിയില്ലാതെ സമസ്തരും സുഖത്തിലല്ല ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ അയൽക്കാരൻ്റെ, എൻ്റെ ബന്ധുവിൻ്റെ, എൻ്റെ ശത്രുവില്ലോ സകലരുടെയും ക്ഷേമം എൻ്റെയും ക്ഷേമമായി മാറിയ ഒരു സംസ്കാരം. ലോകത്ത് വിഭജനങ്ങൾ കൊണ്ട് ആളുകളെ വേർതിരിക്കുവാനല്ല, സ്നേഹം കൊണ്ട് ആളുകളെ ഏകോപിപ്പിച്ച് എല്ലാവർക്കും സുഖവും ശാന്തിയും സമാധാനവും ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയിൽ നിന്നാണ് ഈ വേദങ്ങളെല്ലാം എഴുതപ്പെടുന്നത്. ഈ വേദങ്ങളിപ്പോൾ നമ്മൾ പണമുണ്ടാക്കുന്നതിനോ അന്തസ്സായി ജീവിക്കുന്നതിനോ ഒന്നും എഴുതില്ല. ദ്രവ്യമുണ്ടാകണം, ധാന്യമുണ്ടാകണം, എല്ലാം ഉണ്ടാകണം. അത് നിങ്ങളുടെ സുഖത്തിന് ആവശ്യമാണെങ്കിൽ അതും വേണം. പക്ഷേ വേറെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും നിന്റെ നല്ല നോക്കണം കേട്ടോ, ഞാൻ തരുന്നതാണ് എന്നുള്ള മനസ്സോടുകൂടി നീ എത്ര അങ്ങനെയാണ് ജനകൻ എന്ന് പറയുന്ന മഹാരാജാവ് അങ്ങനെയാണ് ജീവിക്കുന്നത്. രാജർഷിയാണ്, ഋഷിയായിട്ടാണ് ജീവിക്കുന്നത്. രാജാവാണ്, വലിയ സമ്പന്നനാണല്ലോ, രാജാവല്ലേ, പക്ഷെ ഋഷിയാണ്. ഋഷിയുടെ ഭാവത്തോടുകൂടി ഇതൊന്നും ഇല്ലതല്ല. ഇതൊക്കെ അതാണ് മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്നൊരു ആശയം കൊണ്ടുവന്നതാണ്. അതൊക്കെ ഇതിൽ നിന്ന് അരിച്ചെടുത്തതാണ് ട്രസ്റ്റിഷിപ്പ്. നിങ്ങൾ എത്ര സമ്പന്നമായിക്കോട്ടെ, കോടാനുകോടി സമ്പത്തിന്റെ ഉടമയായിക്കോട്ടെ, പക്ഷേ ഇത് നിന്റെതല്ല, ട്രസ്റ്റിയാണ്. ഈ സമൂഹത്തിന്റെ ട്രസ്റ്റി, വിശ്വസ്തനായി തന്നെ കാത്തു സൂക്ഷിക്കുക. ഇതൊക്കെ പുതിയ പുതിയ ആവശ്യങ്ങൾ ഉപയോഗിച്ചു ഇതിന്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ നടന്നാൽ മതി. അതാണ് ഭാരതത്തിന്റെ ഹൃദയം. അതാണ് ഭാരതത്തിന്റെ ഹൃദയം. അല്ലാതെ ഇവൻ വേറെ ജാതിയിൽപ്പെട്ടവൻ, അവൻ നശിച്ചു പോകട്ടെ, അതിനുവേണ്ടി എഴുതി നടത്തിക്കളയാമെന്നൊക്കെ വിചാരിക്കുന്നവർ ഇക്കാലത്തുണ്ട്. അവർക്ക് ഹിന്ദുമതത്തിന്റെ എന്തെങ്കിലും അറിയാമോ എന്നാണ് എന്റെ ചോദ്യം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആശയം എവിടെ? വിഭാഗീയമായി ചിന്തിച്ച് എന്റെ വിഭാഗത്തിൽ നല്ലതുണ്ടാകട്ടെ, എന്റേതല്ലാത്ത വിഭാഗം മോശമായി പോകട്ടെ എന്ന് ചിന്തിക്കാമോ? അത് ഭാരതീയ സംസ്കാരത്തിനും ഭാരതീയ ഹൃദയത്തിനും എതിരല്ലേ എന്നാണ് എന്റെ ചോദ്യം. ആ ഒരു ഉദാഹരണതയിലാണ് നമ്മൾ ഈ യുദ്ധത്തെ കാണേണ്ടത്. ആ മന്ത്രങ്ങൾ കുറച്ചുകൂടെ സാന്ദ്രമായിട്ടുള്ള മന്ത്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിശ്വബോധം, ലോകബോധം, എല്ലാവരും സുഖമായി സന്തുഷ്ടമായി ഇരിക്കുന്ന ഒരു ലോകകൽപ്പന, ആ ഒരു ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് ലോകത്തെ ഉയർത്തണമെങ്കിൽ ഈ മന്ത്രോച്ചാരണം യജ്ഞം കൊണ്ട് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇവിടെ യജ്ഞത്തിന് തയ്യാറാകുമല്ലോ, ഈ രുദ്രയജ്ഞത്തിനുള്ള തയ്യാറെടുക്കലുണ്ട്. അപ്പോൾ മുതൽ ഇതിനു വേണ്ടി തയ്യാറാകുന്ന ആളുകളോട് ഞാൻ പറയുന്നു, നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുത്തു. ഇതെല്ലാം തയ്യാറെടുപ്പുണ്ട്, ഒരുപാട് തയ്യാറെടുക്കണം. പണം വേണം, സമ്പത്ത് വേണം, ഒരുപാട് ആളുകൾ വേണം, ഒരുപാട് സൗകര്യങ്ങൾ
നയിക്കുമ്പോഴും നമ്മൾ നയിക്കുന്നത് എന്താണ്? എല്ലാം ഭംഗിയായിട്ട് നടക്കണം, എല്ലാം ഭംഗിയായിട്ട് നടക്കണം. അപ്പോഴും എനിക്ക് അതിലൊരു ഗുണമുണ്ടാകണം എന്ന ചിന്തയല്ല അവിടെ തന്നെ നമ്മുടെ സ്വാർത്ഥത എന്ന് പറയുന്നത് നമ്മൾ ഉപേക്ഷിച്ചു. എനിക്കിതുകൊണ്ട് പേരുണ്ടാവണം എന്ന് ആരുടെയും പേരിലാണ് കൊടുക്കും. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ യജ്ഞം വിജയിപ്പിക്കണം, യജ്ഞം ഭംഗിയായി നടക്കണം. അല്ലാതെ എനിക്ക് പേരുണ്ടാവണം, എനിക്ക് നല്ല പണം ഉണ്ടാവണം, എനിക്ക് പ്രശസ്തി ഉണ്ടാവണം. അപ്പോൾ തന്നെ ആ യജ്ഞത്തിൻ്റെ ഫലശ്രുതി, യജ്ഞത്തിൻ്റെ നേട്ടം, യജ്ഞത്തിൻ്റെ ലക്ഷ്യം ഒരു പരിധിയോളം നിറവേറ്റപ്പെടുന്നു. കാരണം അത് സ്വാർത്ഥകാമത്തിന് വേണ്ടിയിട്ടല്ല, നേരെ മറിച്ചോ മറ്റുള്ളവർക്ക് നിസ്വാർത്ഥമായിട്ടുള്ള ഈ യജ്ഞം ഏറ്റവും ഭംഗിയായിരിക്കണം എന്നുള്ള വിചാരത്താൽ നയിക്കപ്പെടുമ്പോൾ അത് ഏറ്റവും ഗുണകരമായ ആവശ്യം. അപ്പോൾ തന്നെ വാസ്തവത്തിൽ യജ്ഞത്തിൻ്റെ ഒരർത്ഥത്തിൽ പകുതിയോളം നമ്മൾ നിറവേറ്റപ്പെടുകയാണ്. കാരണം മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി, മറ്റുള്ളവർക്കെല്ലാം നന്മ വരട്ടെ എന്നുള്ള വിചാരത്തോടുകൂടി നടക്കുന്ന യജ്ഞം വിജയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് മുന്നിൽ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വിചാരങ്ങളുമായി യജ്ഞ സംഘാടനത്തിൽ ഇടപെടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന, സ്ഥിരമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു കുശുമ്പുകളും കൊച്ചു കൊച്ചു കെറുകളും കൊച്ചു കൊച്ചു വിരോധങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിൽ കൂടെ അതിന് കടക്കാൻ സമയമില്ല. ഞാൻ ഒരുപാട് ഒരു ട്രെയിനിങ്ങാണ്. ഈ കാമക്രോധോപാധികളെ തൽക്കാലം ശത്രുക്കളായി വേദികൾക്ക് പുറത്തിരിക്കുകയാണ്. കാരണം ഇവിടെ നല്ല നല്ല കാര്യങ്ങൾ നടക്കുകയാണ് വേണ്ടാത്ത വർത്തമാനം എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സിലേക്ക് തന്നെ നമ്മുടെ സഹജമായിട്ടുള്ള കൊച്ചു വികാരങ്ങളെ, അധമ വികാരങ്ങളെ കടത്തിവിടാൻ സാധിക്കാത്ത തരത്തിൽ ഇവിടെ അന്യന് വേണ്ടി, അന്യനുണ്ടെങ്കിൽ ജീവിതം ധന്യമാക്കും അവരെ വിജയിക്കണമെന്ന് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ യജ്ഞം വിജയിക്കണം. എനിക്ക് വേണ്ടിയിട്ടല്ല, യജ്ഞത്തിന് വേണ്ടി, ഇതെല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കുമ്പോൾ ആ പരിശീലനത്തിൽ തന്നെ നമ്മുടെ മനസ്സ് ഒരു പരിധി വരെ സംരക്ഷിക്കണം. എനിക്ക് വേണ്ടി അല്ലാതെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നമുക്ക് സുഹൃതമായി ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ എന്തോ നമ്മൾ വന്നിട്ട് ഈ യജ്ഞത്തിലൂടെ എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള കാരണഭൂതനായിട്ടുള്ള രുദ്രനെ ഉപാസിച്ച് വന്ദിച്ച് അദ്ദേഹത്തെ സ്തുതിച്ച് പ്രസാദിപ്പിക്കുകയാണ്. എന്തിന്? ഈ ലോക നന്മയ്ക്ക് വേണ്ടി. ഇവിടെ ഇരിക്കുന്ന ആരും ഒരു പക്ഷേ ഈ യജ്ഞം ഈ രുദ്രൻ ജപിക്കുമ്പോൾ എനിക്ക് ഗുണമുണ്ടാകണമേ എന്നല്ല, രുദ്രന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്നു. എന്നിട്ട് രുദ്രൻ എനിക്ക് ഗുണം ചെയ്യുന്നതാണോ? അത് മാത്രമല്ല, ഈ യജ്ഞത്തിൻ്റെ ഫലം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് വിചാരിച്ച് ചെയ്യപ്പെടുന്ന ഒരു കർമ്മം അതെങ്ങനെ മോശമാവും? മാത്രവുമല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തരുന്ന വിമലീകരണമുണ്ടല്ലോ, ആ വിമലീകരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമലീകരണ പ്രക്രിയ. നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന വിമലീകരണം. എനിക്ക് വേണ്ടി അല്ലാതെ ചില കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരു ദിവസം മുഴുവൻ ഞാൻ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നിർവൃതി, എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഒന്നും ചെയ്തെല്ലാം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്വാർത്ഥ വിചാരങ്ങളുടെ വേലിയേറ്റങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് അന്യർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു ശീലം, അതിൻ്റെ സുഖം നമ്മൾ അനുഭവിക്കുകയും അങ്ങനെ നമ്മളിലേക്ക് ആമർത്തരാകുകയും ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതെല്ലാം എനിക്ക് വേണ്ടി കട്ടുപിടിക്കാനുള്ളതാണ്, എനിക്ക് വിനിയോഗിക്കാനുള്ളതാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് ഇതെല്ലാം ഭഗവാനുള്ളതാണ് എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ അറിയാതെ ഏതൊരു വിഗ്രഹനെയാണോ നമ്മൾ പ്രസാദിപ്പിക്കുന്നത്, എല്ലാം അവൻ അവകാശപ്പെട്ടത്, ആ മഹാത്മാവിന് അവകാശപ്പെട്ടത്, ആ പരമാത്മാവിന് അവകാശപ്പെട്ടത് എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുകയാണ്. ഈ ഹോമകുണ്ടമൊക്കെ ഉണ്ടല്ലോ, വേറെ ചില ഹോമങ്ങളിലൊക്കെ അവിടെ ഹവിസ് എന്ന് പറയുന്നത് മനസ്സാണെന്നറിയാം. നമ്മളവിടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള പദാർത്ഥങ്ങളാണല്ലോ നിക്ഷേപിക്കുന്നത്. നെയ്യ്, പിന്നെ പാല് ഒക്കെ ഒഴിക്കുകയല്ലേ. നമുക്ക് വിശിഷ്ടമെന്നതൊന്നല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു മനസ്സാണെന്ന് ഞാൻ പറയും. നല്ല നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നിക്ഷേപിക്കുക, അവിടെ ഉയരുന്ന നല്ല ധൂമമുണ്ടല്ലോ, അതാണ് നല്ല ചിന്തകൾ നല്ല കർമ്മങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണ് ഹവിസിൽ നിന്ന് ഇങ്ങനെ ധൂമമുണ്ടാകുന്നത്. അത് പറയുന്നത് പോലെയാണ് നല്ല ജപം, നല്ല മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട്, മറ്റുള്ളവരെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട്, ലോക നന്മയെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന വാക്കും പ്രവൃത്തിയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന വിമലീകരണമാണ്. ഇത് ലോകത്തിന് ഏറ്റവും ആവശ്യമായ വിമലീകരണം.
ഇതിൻ്റെ ഇതിൻ്റെ സന്ദേശം ഇങ്ങനെ എത്തട്ടെ. ഇത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും നന്ദി. എല്ലാവരുടെ ഹൃദയത്തിൽ നിന്ന് മാലിന്യങ്ങൾ ഒഴുകി പോകാനുള്ള ആ ഒരു യജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. അതിന് മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, ഈ ഭക്തി വിഷയത്തിൽ അഭിരമിക്കുന്നവര് അവരറിയാതെ അവർക്ക് സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ട്. സ്വാഭാവികമായ സ്നേഹത്തിൽ നിന്ന് നിരുപാധികമായ സ്നേഹത്തിലേക്ക് അവർ പതുക്കെ വളരും. അവരറിയുകയില്ല. ഭക്തിയും ജ്ഞാനവും കൊണ്ട് മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായ സ്നേഹത്തിൽ നിന്ന് നിരുപാധികമായ സ്നേഹത്തിലേക്കുള്ള വളർച്ച. ഞാനത് വിശദീകരിക്കാം. സ്വന്തം കൊച്ചിനെ ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. അതൊരു ഉപാധിയുണ്ട്. എൻ്റെ മകളായതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്നേഹം. എൻ്റെ കാറുണ്ടെങ്കിലും തട്ടി എനിക്ക് വലിയ വിഷമമാണ്, കാരണം എൻ്റെ കാറാണ്. ഉപാധിയുണ്ട്, എൻ്റെ കാറാണ്, അതുകൊണ്ട് തട്ടാൻ പാടില്ല. എന്നാൽ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഏതൊക്കെ വണ്ടി എവിടെയൊക്കെ വണ്ടി തട്ടിയിരിക്കുന്നു, എനിക്ക് വിഷമമില്ല, കാരണം അത് എൻ്റെ തല്ലല്ലോ. അപ്പോൾ ഉപാധികളോട് കൂടിയിട്ടാണ് നമ്മുടെ സ്നേഹം എന്ന്. അഥവാ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് സ്നേഹമുണ്ട്. ഭാര്യമാർക്ക് ഭർത്താവിനോട് സ്നേഹം എന്തുകൊണ്ടാണ്? അച്ഛനൊക്കെ ഉള്ള ഭർത്താവാണെങ്കിൽ എല്ലാ ഭാര്യമാർക്കും സ്നേഹം ഉണ്ടാവും. ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം എന്താണെന്ന് കാര്യം, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വീടൊക്കെ ഭംഗിയായിട്ട് നടത്തുന്നു, അതുകൊണ്ട് എനിക്ക് സ്നേഹമുണ്ട്. ആ നടപ്പിൽ എന്തെങ്കിലും വീഴ്ച വന്നാലോ എൻ്റെ സ്നേഹം മാറും. അത് ഉപാധികളോട് കൂടിയിട്ടുള്ള സ്നേഹം. ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാര സ്മരണ കണ്ടിട്ടില്ലേ? ഇന്ന കാര്യം എനിക്ക് ചെയ്തു തന്നുകൊണ്ട് ഞാൻ എന്നോട് നന്നായി പെരുമാറും. നീ എന്നോട് ഞാനൊരു കാര്യമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ കണ്ട ഭാവം കാണിച്ചില്ല. അതൊക്കെ നമ്മൾ ചെയ്യാറില്ല. കാമക്രോധ ലോകമാണ്, ഇതെല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉപാധികളാണ്. എന്നെ കണ്ടപ്പോൾ അവൻ മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ട് എന്നെ കണ്ടപ്പോൾ ഞാനും മൈൻഡ് ചെയ്തില്ല. നമ്മളിങ്ങനെ പറയാത്ത ആരെങ്കിലും ഏതെങ്കിലും മനുഷ്യരുണ്ടോ? അവനിപ്പോൾ ഭയങ്കര മുളയാണ്, ഞാനും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഉപാധിയാണ്. എന്നോട് എന്ത് കാണിച്ചോ അതുകൊണ്ട് ഉപാധിയോടുകൂടി ഞാൻ അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇത് സ്വാഭാവികമായ സ്നേഹം, ഉപാധികളോട് കൂടിയ സ്നേഹം. അതാണ് മനുഷ്യന്റെ സാധാരണ നിലയിലുള്ള സ്നേഹം. എന്നാൽ ഭക്തി മനസ്സിൽ പതിഞ്ഞു കഴിയുമ്പോൾ ഇതൊന്നും എൻ്റെതല്ല, ഇതെല്ലാം അവിടുത്തെ ലീലയാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ നമ്മളോട് കാണിച്ച ഒരു കൊച്ചു പ്രവൃത്തി, അവൻ്റെ കൊണ്ട് എന്തോ കാണിച്ചു, അവനെ ശിക്ഷിക്കാൻ എനിക്കൊരു അധികാരം, അതുകൊണ്ട് ഞാൻ എന്തിനവനോട് സ്വാഭാവികമായ സ്നേഹം കാണിക്കണം, എൻ്റെ സ്നേഹത്തിന് എന്തിനാണ് ഉപാധി എന്ന് വിചാരിച്ചുകൊണ്ട് നിരുപാധികമായി സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ അതാണ് ഭക്തി നിങ്ങളുടെ ഹൃദയത്തിൽ ജ്ഞാനോത്പാദനത്തിലേക്ക് കടന്നോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അളവുകോൽ. അതുകൊണ്ടാണ് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം, നീ അയൽക്കാരനായിട്ട് മിക്കവാറും വഴക്കായിരിക്കും, എനിക്ക് അറിയാം, ഒന്നും കൂടെ വെക്കുന്നുണ്ടോ? മിക്കവാറും വഴക്കായിരിക്കും, ശത്രുവായിരിക്കും. എങ്കിലും നിനക്കിഷ്ടമുള്ളതുപോലെ അവനെ കൂടെ അങ്ങ് സ്നേഹിച്ചേക്കും, അവൻ നിന്നെ പോലൊരു വ്യക്തിയല്ലേ എന്ന് പറയുന്ന ഒരു യുക്തിയുണ്ടല്ലോ. അത് വളരെ ലളിതമായിട്ടുള്ള സരളമായിട്ടുള്ള വ്യക്തിയാണ്. കാരണം ആ വ്യക്തിക്ക് നിന്നെപ്പോലെ തന്നെ വിചാരങ്ങളും വികാരങ്ങളുമുണ്ട്. അവനെന്തോ ഒഫൻഡായി നിന്നെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് നീ അങ്ങനെയല്ല പെരുമാറേണ്ടത്, നിരുപാധികമായി അത് മറന്ന് നിനക്ക് സ്നേഹിക്കാൻ സാധിക്കുമോ? ഉപാധികളെന്ന് പറയുന്ന വേലിക്കെട്ട് കടന്ന് അവൻ എന്നോട് എന്ത് കാണിച്ചാലും തിരക്കില്ല, അവനും എന്നെപ്പോലെ ഈശ്വര ചൈതന്യം ഉള്ളിൽ വഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള മറ്റ് പോരായ്മകളെയൊക്കെ മറന്ന് അവനെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കും എന്നുള്ള വിചാരത്തിൽ ആ ഒരു ജ്ഞാനത്തോടു കൂടി അയാളെ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ സ്വാഭാവികമായ സ്നേഹം നിരുപാധികമായ സ്നേഹത്തിന് പരിണമിക്കുന്നത്. അവിടെയാണ് ഈ കാരുണ്യം, ഫോർഗീവ്നെസ്, ദയ, ക്ഷമ, പൊറുക്കാനുള്ള കഴിവ്, മറക്കാനുള്ള കഴിവ്, ഇതെല്ലാം സാത്വികമായ ഗുണങ്ങളായി മാറുന്നത് ഇതുകൊണ്ടാണ്. പൊറുക്കാതിരിക്കാനുള്ള ഒരു കഴിവുള്ളിടത്തോളം കാലം നിങ്ങൾ യഥാർത്ഥ ഭക്തരാവുകയില്ല. മറക്കാനും പൊറുക്കാനുമുള്ള കഴിവ് നമ്മുടെ സാത്വികമായ ഭാവത്തെ ഉണർത്തും. കാരണം നമ്മുടെ സ്നേഹത്തിന് ഉപാധികളില്ല എന്നാണ് നമ്മൾ വിളംബരം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഉപാധികളുണ്ട്, ഇല്ലേ? അവരെന്നോട് എങ്ങനെ പെരുമാറിയോ അതുപോലെ ഞാൻ അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന ഈഗോയ്ക്കൊരു സന്തോഷം. എന്നാൽ അവിടെ വെച്ച് കണ്ടപ്പോൾ അയാളെ കണ്ട ഭാവം കാണിച്ചിട്ട് അവൻ കഴുത്ത് വെട്ടിച്ചു പോകും, ഇപ്രാവശ്യം ഞാനും മൈൻഡ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത്
അകത്തിരിക്കുന്ന ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു കൊച്ചു മനുഷ്യനുണ്ട്, ഒരു കൊച്ചു സാധനമുണ്ട് ഈഗോ. ആ ഈഗോ വലിയ തടസ്സമാണ്. ആ ഈഗോയെ മെരുക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പരമചൈതന്യത്തിലേക്കുള്ള കവാടം തുറന്നു. ആ കവാടത്തിൽ വെച്ചിരിക്കുന്ന ഒരു കല്ലാണ് എടുത്ത് കളയുന്നത്. ആ ഈഗോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ഈഗോ ഉള്ളത് കൊണ്ടാണ് എൻ്റെ പേര് കെ ജയകുമാറാണ്, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളാണെന്ന് എനിക്കൊരു ബോധമുണ്ട്. പക്ഷെ ആ ബോധമായിരിക്കും തന്നെ എപ്പോഴും നയിക്കുന്നത്. കാരണം ആളുകളെ കണ്ട ഓടിക്കണം. അതിൽ എത്രത്തോളം നമ്മൾ നിയന്ത്രിക്കാമോ അതിനെ നിയന്ത്രിച്ച് ഞാൻ വെറൊരു ഉപകരണമാണ് എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് വിനയം വരികയാണ് കഴിയും. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മൾ സുന്ദരനാണ്, സുന്ദരിയാണ്, ഇന്ന വീട്ടിൽപ്പെട്ട ആളാണ്, ഇന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ്, ഇന്ന സ്ഥാനങ്ങൾ അലങ്കരിച്ച ആളാണ്, കണ്ടാലൊക്കെ വളരെ കേമമാണ്. അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ നടക്കുമ്പോൾ ഓരോരോ തരത്തിൽ നമുക്ക് ഈഗോ ഉണ്ട്. ഈഗോ ഉണ്ടെന്നുള്ള വാസ്തവമാണ്. ഈഗോ ഇല്ലാതിരിക്കില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈഗോ ഉണ്ട്. ഞാനെന്ന് പറയുന്ന നിർവചനത്തിൽ ഈഗോയുണ്ട്, ഇല്ലേ? കാരണം ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഒരു ആപത്ത് വരും, ഒരു കല്ല് വരും, നമ്മൾ തലത്തിൽ നിന്ന് വേണം എൻ്റെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ ഈഗോയുണ്ട്. ആ അർത്ഥത്തിൽ ടാഗോറിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്നെ തിരിച്ചറിയുവാൻ മാത്രം എന്തിനാ ഞാൻ ജീവിച്ചിരിക്കട്ടെ എന്ന്. ഭഗവാനെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം എന്തിനാ ഞാൻ ഉണ്ടായിരിക്കട്ടെ, ബാക്കിയൊക്കെ എടുത്തുകൊണ്ട് പോകാനാണ്. അല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഇന്നാരാണ്, വലിയയാളാണ്, സമ്പന്നനാണ്, കവിയാണ്, ഒന്നും വേണ്ട. നിന്നെ തിരിച്ചറിയാനുള്ള എന്നെ മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്തുകൊണ്ട് കാര്യം അതുപോലെ എന്ന് പറയുന്നത് നമുക്ക് ജീവിച്ചിരിക്കാനുള്ള കൊച്ചു ഈഗോ മാത്രമല്ല, ബാക്കിയത് പുറത്തേക്ക് സറണ്ടറിലേക്ക് ആ ഹോമകുണ്ടത്തിൽ അർപ്പിച്ചേക്കും. അങ്ങനെ അർപ്പിച്ച് കഴിയുമ്പോൾ ഈ ലോകധർമ്മ എന്നുള്ളത് എൻ്റെ ഈഗോ ഇല്ലാതാകലും ആ അഹം ചിന്ത ഇല്ലാതായതിനു ശേഷം ഈ പറഞ്ഞ പോലെ സഹനശക്തി, ക്ഷമ, ഫൊർഗീവ്നെസ്, ക്ഷമിക്കാനുള്ളൊരു കഴിവ്, മറക്കാനുള്ളൊരു കഴിവ്, ആ പോട്ടെ എന്ന് പറയാനുള്ളൊരു കഴിവുണ്ടാകണമെങ്കിൽ അങ്ങനെ പോകണ്ട എന്ന് പറയുന്ന ഇതിനെ ഈഗോ എന്ന് ചവിട്ടി വയ്ക്കണം. ഭഗവാനിയാണ് മറ്റേ ഈ നടരാജ നൃത്തത്തിൽ ചവിട്ടി വെച്ചിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ചവിട്ടി വെച്ചേക്കും. ഭക്തി നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ഏറ്റവും വലിയ ജോലി ആ ഈഗോ ഇല്ലാതാക്കി. ഈഗോ ഇല്ലാതാക്കി കഴിയുമ്പോൾ നമുക്ക് എല്ലാം സ്വീകാര്യമായി തോന്നും. മഹാകവി അച്യുതത്തിൻ്റെ ഒരു വരിയുണ്ട്, മുഴുവൻ വരികൾ എനിക്ക് ഓർമ്മയില്ല. നിരുപാധികമാം സ്നേഹം വരും ക്രമാൽ, അത് തന്നെയാണ് പുണ്യമെന്ന് പറഞ്ഞത്. നിരുപാധികമായ സ്നേഹം വരും. എനിക്ക് തോന്നുന്നത് ഈ രുദ്രയജ്ഞം തന്നെ എന്താണ്? നിരുപാധികമായ സ്നേഹത്തിൻ്റെ, നിരുപാധികമായ സ്നേഹത്തിൻ്റെ. നമ്മൾ ഒരുപാധികളുമില്ല. ഈ യജ്ഞം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സാത്വികമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ന ആളുകൾക്ക് മാത്രമല്ല, നമ്മളാരും പറയുന്നില്ല, നിരുപാധികമാണ്. ലോകത്തിലെ എല്ലാവർക്കും ഇന്ന് അശാന്തമായിരിക്കുന്ന ഈ ലോകത്ത് ശാന്തി ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നിടത്ത് ഒരു ഉപാധികളുമില്ല. അല്ലാതെ ഇന്ന യുദ്ധത്തിൽ ഇന്നാര് ജയിക്കണമേ, ഇന്നാര് തോൽക്കണമെന്നല്ല, യുദ്ധമേ ഇല്ലാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ. അല്ലാതെ അവരിന്ന വിഭാഗത്തിൽപ്പെട്ടവൻ തോക്കട്ടെ, ഇന്ന വിഭാഗത്തിൽപ്പെട്ടവൻ ജയിക്കട്ടെ, അത് സ്വാഭാവികമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ദയവ് ചെയ്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും ആരും നടത്തില്ല. നിരുപാധികമായിരിക്കട്ടെ. കാരണം ആ ഭഗവാൻ ആര് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ധകടാഹത്തെ മുഴുവനെടുത്ത് അമാനം നേടുന്ന ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് കൊച്ചു മനസ്സുകൊണ്ട് എന്റെ ശത്രുവിനെ നശിപ്പിക്കണം എന്ന് പറയുന്നതിനേക്കാൾ മഹാഭാവമുണ്ടോ? അവിടെയാണ് വേദങ്ങളുടെ ഇതിഹാസത്തിന്റെ മനസ്സ്, വേദങ്ങളുടെ ഉപനിഷത്തിന്റെ മനസ്സ് എന്ന് പറയുന്ന വിശ്വചക്രവാളത്തോളം വ്യാപിച്ചിരിക്കുന്ന മഹാ മനസ്സിലേക്ക് ഉയരാനുള്ള യജ്ഞമാണ് ഈ രുദ്രമഹായജ്ഞം. വ്യത്യാസങ്ങളെ, നിസ്സാരതകളെ അതിജീവിച്ച് അതിലംഘിച്ച് ഗംഗാപ്രവാഹം എങ്ങനെയാണ് തടസ്സതകളെ തടഞ്ഞ് അകന്നുമാറ്റി മുമ്പോട്ട് പോകുന്നത്, അതുപോലെ നമ്മുടെ സ്നേഹിക്കാനുള്ള കഴിവിൻ്റെ മഹാഗംഗാപ്രവാഹം നമ്മളെ ഉദാരതയിലേക്ക്, ഉദാത്തതയിലേക്ക് നയിക്കാനുള്ള ഏറ്റവും വലിയ യജ്ഞമാണ് രുദ്രമഹായജ്ഞം. നിരുപാധികമായ സ്നേഹത്തിലേക്കുള്ള വളർച്ച. നമ്മളെല്ലാം സ്വാഭാവികമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നിടത്ത് നമ്മുടെ ഈ യജ്ഞത്തിൻ്റെ ഏറ്റവും വലിയ ഫലശ്രുതി നമുക്ക് കിട്ടിത്തുടങ്ങുന്നു. ഭഗവത്ഗീതയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, ഒരു വാക്ക്, ജ്ഞാനം ലബ്ധ്വാ പരം ശാന്തി. ജ്ഞാനം ലഭിക്കുകയാണ് ഏറ്റവും വലിയ ശാന്തി. ജ്ഞാനം ലഭിച്ചവനെ ശാന്തിയുള്ളൂ. എന്ത് ജ്ഞാനം? അപ്പൊ അശാന്തിയുടെ കാരണം എന്താണ്?
ഈ ജ്ഞാനമില്ല എന്നുള്ളത്. ആ ജ്ഞാനമില്ലാത്തതാണ് ജ്ഞാനമെന്നോ പരം ശാന്തി. ജ്ഞാനമുണ്ടാകുന്നവനെ ശാന്തിയുള്ളൂ. എന്ത് ജ്ഞാനം? വിജ്ഞാനമല്ല ജ്ഞാനം. റോക്കറ്റ് ശാസ്ത്രത്തെ പറ്റിയുള്ള ജ്ഞാനമല്ല, വിജ്ഞാനമാണ്. അതൊക്കെ വിജ്ഞാനമാണ്. ഒരു രോഗിയെ എങ്ങനെ ചികിത്സിക്കാനുള്ള വിജ്ഞാനമാണ്, അത് നോളജാണ്. എന്നാൽ അതല്ല, പരമമായ ജ്ഞാനം കിട്ടുന്നവന് ശാന്തിയുണ്ട് എന്ന് ഭഗവത്ഗീത പറയുന്നതിൻ്റെ അർത്ഥം ഞാനീ പറഞ്ഞതൊക്കെയല്ല, അടുത്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പരമമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകണം. ആ ജ്ഞാനത്തിലേക്ക് ഉണരണമെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള നമ്മൾ മനുഷ്യ സൃഷ്ടമായിട്ടുള്ള വ്യത്യാസങ്ങളുടെ നിസ്സാരതകളും ഇല്ലായ്മകളും മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഏകത്വത്തിലേക്ക് ഉണരാനുള്ള ഞാൻ തന്നെയാണ് എന്ന് സകല ജീവികളും എന്നിലാണ് സകല ജീവികളെന്നും എന്താണ് ഞാൻ സകല ജീവികളുടെ ഹൃദയത്തിൽ അധിവസിക്കുന്നു എന്നുമൊക്കെ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ എല്ലാ ഉപനിഷത്തുകളും ആവർത്തിച്ച് പറയുന്ന ഏക സത്യം, വിപ്രാബഹുതാവതന്തി എന്ന് പറയുന്ന ഏക സത്യം, ഒരൊറ്റ സത്യത്തെ ഈ ഭൂമുഖത്തുകൊണ്ടുവരും. ആ സത്യത്തെ നമ്മൾ ഈശ്വരനായും ബ്രഹ്മനായും ഒക്കെ കാണുന്നു വരും. നമ്മളതിന് മഹാദേവനായിട്ടും മഹാവിഷ്ണുവായിട്ടും മഹാലക്ഷ്മിയായിട്ടും മഹാസരസ്വതിയായിട്ടും ഒക്കെ കാണുന്ന ഒറ്റ സത്യത്തെ അതിലേക്ക് ഉണരാനും അത് എവിടെയും വ്യാപിച്ചിരിക്കുന്നു എന്നറിയുകയും ചെയ്യുന്ന മഹാജ്ഞാനം, ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ശാന്തി താനേ വരും. ആ ശാന്തിയിലേക്ക് ഉണരാനും കൂടിയാണ് ഈ മഹായജ്ഞം. കാരണം ഈ മഹായജ്ഞം മനുഷ്യ നിർമ്മിതമായിട്ടുള്ള വ്യത്യാസങ്ങളെ അതിലംഘിച്ച് സകലർക്കും ശാന്തി കൊടുക്കണമേ എന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വ്യത്യാസങ്ങൾ എത്ര നിസ്സാരങ്ങളാണ് എന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ യജ്ഞത്തിൻ്റെ ഗുണം വിഭാഗീയമല്ല, അത് സാർവലൗകികമാണ്. സകല മനുഷ്യർക്കും ശാന്തി. ലോകത്തെവിടെയെങ്കിലും അശാന്തി ഉണ്ട് എങ്കിൽ ആ അശാന്തിയുടെ ഇരുട്ട് നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ കാലുകൾ നടക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധമുണ്ട് എങ്കിൽ, പാലസ്തീൻ യുദ്ധമുണ്ട് എങ്കിൽ അത് നമ്മളെവിടെയോ അശാന്തിപ്പെടുത്തുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ അശാന്തി പിന്നെയും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇതൊന്നും കാണാതെ നമുക്ക് വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ലോകത്ത് ഒരിടത്തും അശാന്തി ഉണ്ടാകാതിരിക്കട്ടെ, അതാണ് എൻ്റെ ശാന്തിയുടെ കാരണം. അങ്ങനെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെയുള്ളവൻ്റെ ആ അന്തരാർത്ഥം ഗ്രഹിച്ചുകൊണ്ട് സമസ്ത എന്നുള്ള വാക്ക് ലോകാസമസ്ത, ആ ലോകാസമസ്തയ്ക്ക് തടസ്സമാകുന്ന സകല ആശയങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് ഗംഗാപ്രവാഹം പോലെ നമ്മുടെ ചിന്ത ഭഗവാനിൽ നിന്ന് ആരംഭിച്ച് ഭഗവാനിലേക്കുള്ള തിരിച്ചുപോക്കിനിടയിൽ, അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. ആ ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് ആ ബിന്ദുവിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ചെറിയൊരു പ്രവാഹമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഗംഗയിങ്ങനെ ഒപ്പട്ടേയിരിക്കും. അതുണ്ടെങ്കിൽ നമ്മളൊരു ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് ഒരു 10-90 വർഷം ജീവിച്ച ഒരു ചെറിയ ബിന്ദുവായിട്ടൊക്കെ പോകും. അതിനിടയ്ക്കാണതൊക്കെ അതിനിടയിൽ ആ ഗംഗാപ്രവാഹത്തിലെ കാലപ്രവാഹത്തിലെ ഒരു കൊച്ചു ബിന്ദുവാണ് ഞാൻ. അങ്ങനെ ബിന്ദുവായി തീരാൻ എനിക്ക് അനുഗ്രഹം തന്നെ ആ മഹാപ്രവാഹത്തിൽ ഒരിക്കൽ കൂടി ദണ്ഡനമസ്കാരം ചെയ്തുകൊണ്ട് അതിനിടയിൽ കാമക്രോധ മോഹലോഭ മതമാത്സര്യങ്ങളുടെ ഇരുട്ടുകളൊന്നും എന്നെ ബാധിക്കരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ പ്രചോദിപ്പിക്കണമേ. അതാണല്ലോ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം ഇല്ലേ? സവിതാവിനോടുള്ള പ്രാർത്ഥന എന്താണ്? സമസ്ത ലോകത്തോടൊന്നും എൻ്റെ ഹൃദയത്തിൽ എന്താണ് പ്രോജ്വലിക്കണമേ, പ്രചോദിപ്പിക്കണം. എൻ്റെ മതി, എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണം. ഈ മഹി ഇത്തരത്തിലുള്ള ഭേദചിന്തകളില്ലാതെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കൊച്ചു ഭേദചിന്തകളുണ്ടല്ലോ, ആ ഭേദചിന്തകൾക്ക് അതീതമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഭഗവാന്റെ ശിരസിൽ ഗംഗയെ കൊണ്ടുവച്ച ഒരു കൽപ്പന എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം ആ ഗംഗാപ്രവാഹമാണ് നമ്മുടെ ചിന്തയുടെ ഏറ്റവും നല്ല ഒരു വാങ്മയം. ഗംഗ കണ്ടിട്ടുള്ളവർക്കറിയാം. ചെറുതായിട്ട് ഉത്ഭവിച്ച് ഗംഗോത്രിയിൽ നിന്ന് ചെറുതായിട്ട് ഉത്ഭവിച്ച് താഴെ വന്ന് ഭാഗീരഥിയിലൊക്കെ വന്ന് ഗംഗാഗിരി ഭാഗീരഥിയായി വന്ന് അങ്ങ് കൈവഴിയായി വന്ന് ചേർന്ന് മഹാഗംഗയായിട്ട് അങ്ങനെ ഋഷികേശിൽ വരുമ്പോൾ ഒഴുകുന്ന ഒരു ഗംഗാപ്രവാഹം. അത് ഒരുപാട് മനുഷ്യ മനസ്സിൻ്റെ പ്രതീകമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കൊച്ചു ചിന്തകളായി തുടങ്ങി നല്ല ചിന്തകളായി തുടങ്ങി ആ നല്ല ചിന്ത പിന്നെയും നല്ല നല്ല ആശയങ്ങളെ സംയോജിപ്പിച്ച് നല്ല നല്ല സാധനങ്ങളിലൂടെ പിന്നെയും വളർന്ന് അങ്ങനെ ലോക
പ്രകടിതമെന്ന് വല്ലാത്ത രീതിയിൽ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ഉത്കർഷത്തിലേക്ക് ഉണരുവാനുള്ള, അല്ലെങ്കിൽ എൻ്റെ ചിന്തകളിലുള്ള ചെറിയ മാലിന്യങ്ങളെ ഒന്ന് പരിഹരിക്കണമേ എന്ന ചിന്ത, പ്രാർത്ഥന, അത് വരാതിരിക്കണമേ, അത് പരിഹരിക്കണമേ എന്നുള്ള കൊച്ചു പ്രാർത്ഥനയോടുകൂടി അങ്ങേയറ്റം തമോനിബിഡമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുവാൻ, ഒരു വെളിച്ചമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ മഹാചൈതന്യമായിട്ടുള്ള ഉണ്ണിയൂരപ്പൻ്റെ മഹാസംഘത്തിൽ നമസ്കാരം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ ക്ഷമയെ ഞാൻ ഒരിക്കൽ കൂടി